ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും സാധനം വാങ്ങാൻ എത്തുമ്പോൾ നോ കോസ്റ്റ് EMI ഉണ്ടോ എന്നാണ് ഇന്ന് ബഹുഭൂരിപക്ഷം പേരും ആദ്യം അന്വേഷിക്കുന്നത്. ഇത്രയ്ക്ക് ജനപ്രിയമായ നോ കോസ്റ്റ് EMI ശരിക്കും നേട്ടമാണോ എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വലിയൊരു തുക യാതൊരു പലിശയും കൂടാതെ ചെറിയ തവണകളാക്കി തരുമ്പോൾ കമ്പനിയുടെ ലാഭം എന്താണ്? നോ കോസ്റ്റ് EMI ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഒരു റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ടെലിവിഷൻ, വാഷിംഗ് മെഷീൻ പോലുള്ള ഉപകരണങ്ങളോ മറ്റെന്തെങ്കിലും വസ്തുക്കളോ മുഴുവൻ തുകയും ഒന്നിച്ച് നൽകി വാങ്ങുക പലർക്കും അപ്രാപ്യമാണ്. ഇത്തരക്കാർക്കുള്ള ഒരു ബദലാണ് നോ കോസ്റ്റ് EMI എന്ന് പറയാം. ഇവിടെ ഉപഭോക്താക്കൾക്കായി വെണ്ടർമാർ ബാങ്കുകളായും നോൺ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങളായും ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ന് നോ കോസ്റ്റ് EMI ഓപ്ഷൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നോ കോസ്റ്റ് EMI പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നോ കോസ്റ്റ് EMI പലർക്കും ഒരു മികച്ച ഓപ്ഷനായി തോന്നിയേക്കാം. എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നോ കോസ്റ്റ് EMI തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന പല കിഴിവുകളും ഇല്ലാതാകുന്നു. അതായത് ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ വിലയിലാകും നിങ്ങൾക്ക് നോ കോസ്റ്റ് EMI ലഭിക്കുക. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ 12,000 രൂപയുടെ ഒരു ഉൽപ്പന്നം വാങ്ങുന്നുവെന്ന് കരുതുക. റെഡി പേയ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഉൽപ്പന്നം 10,000 രൂപയ്ക്ക് കിട്ടുമായിരുന്നിരിക്കാം. എന്നാൽ നിങ്ങൾ നോ കോസ്റ്റ് EMI തിരഞ്ഞെടുത്തത് കൊണ്ട് EMI പ്രോസസ് ചെയ്യുക 12,000 രൂപയ്ക്കായിരിക്കും. ഇവിടെ നിങ്ങൾ 6 മാസം കൊണ്ട് 12,000 രൂപ തന്നെ അടക്കേണ്ടി വരും. മുകളിൽ പറഞ്ഞ തുകയ്ക്ക് മുകളിൽ നോ കോസ്റ്റ് EMIയുടെ പ്രോസസ്സിംഗ് ഫീസും നിങ്ങൾ നൽകേണ്ടി വന്നേക്കാം. അതായത് 10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന ഒരു വസ്തു ഫലത്തിൽ ലഭിക്കുന്നതിന് 12,000 രൂപയിൽ കൂടുതൽ ചെലവാകും. എന്നാൽ നോ കോസ്റ്റ് EMIക്ക് കുറച്ച് നേട്ടങ്ങളുമുണ്ട്. വിലയേറിയ ഉൽപ്പന്നങ്ങൾ പ്രതിമാസ തവണകളിൽ സ്വന്തമാക്കാമെന്നതാണ് പ്രധാന നേട്ടം. ഇത് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു. വലിയ പേപ്പർ വർക്കുകളോ കാത്തിരിപ്പുകളോ കൂടാതെ ലഭിക്കുന്ന ഒരുതരം വായ്പ കൂടിയാണിത്. തിരിച്ചടവുകൾ കൃത്യമാണെങ്കിൽ ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കാനും നോ കോസ്റ്റ് EMIകൾ സഹായിക്കും. നോ കോസ്റ്റ് EMIയുടെ കോട്ടങ്ങൾ നോക്കാം. ഇതൊരു തരത്തിൽ വായ്പ തന്നെയാണ്. തിരിച്ചടവുകൾ മുടങ്ങിയാൽ ഉയർന്ന പലിശയ്ക്ക് വഴിവെക്കും. കൂടാതെ ക്രെഡിറ്റ് സ്കോറും അതിവേഗം കുറയും. പണമായി നൽകിയാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന എല്ലാ ആനുകൂല്യങ്ങളും നോ കോസ്റ്റ് EMI ഇല്ലാതാക്കും. കൂടാതെ ഫലത്തിൽ നിങ്ങൾ വസ്തുവിന്റെ മൂല്യത്തേക്കാൾ കൂടുതൽ തിരിച്ചടയ്ക്കാനും വഴിവെക്കാം. ഇത്തരം വാഗ്ദാനങ്ങൾ നിങ്ങളെ ആവശ്യമില്ലാത്ത വാങ്ങലുകളിലേക്കും നയിച്ചേക്കാം.